ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. പാർട്ടി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ വിളിച്ച വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കാണ്. ആദ്യഘട്ടത്തിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. തൃശൂർ, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, 100 പേരുടെ പട്ടിക, ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ പോകുന്നു. അതിൽ തന്നെ പ്രധാനമന്ത്രി, ഒപ്പം തന്നെ അമിത്ഷാ, ഇവരുടെയൊക്കെ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഏത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മോദി മത്സരിക്കുമോ എന്നുള്ള ആകാംക്ഷ, അതുപോലെ കേരളത്തിലെ എത്ര മണ്ഡലങ്ങളിലുള്ള പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാം? അച്യുതൻ. റിജിത്ത്, 6 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുൾപ്പെടുന്ന ഒരു പട്ടികയായിരിക്കും ബി.ജെ.പി പ്രഖ്യാപിക്കുക. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും, അതുപോലെ തന്നെ അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നും, രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത്. ഒപ്പം പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലെ ഒരിടത്തുകൂടി മത്സരിക്കും എന്നുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം വ്യക്തത ഇന്ന് 6 മണിക്ക് തന്നെ ലഭിക്കും. പൊതുവെ ഈ നേരത്തെ തന്നെ ബി.ജെ.പി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകൾ നടത്തിയിരുന്നു. അതായത് സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനം ചെയ്തിരുന്നു. അതുൾപ്പെടെയാണ് കഴിഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തിയത്. അതിനോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടും തേടിയിരുന്നു. ഇതിലെല്ലാം തന്നെ എംപിമാരിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അതുപോലെ ഇവരുടെ പ്രവർത്തനം ഏതൊക്കെ രീതിയിലാണ് മണ്ഡലങ്ങളിൽ നടന്നത് എന്നതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ അതൃപ്തിയുള്ള എംപിമാരെ മാറ്റി നിർത്തി അവിടെ പുതുമുഖങ്ങളെയായിരിക്കും ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുക. മറ്റിടങ്ങളിൽ ഈ സിറ്റിംഗ് എംപിമാർ തന്നെ തുടരുവാനുള്ള സാധ്യതകളാണ് പൊതുവെ പുറത്തു വരുന്നത്. ഇതിനെല്ലാം പുറമെ തന്നെ ഈ സ്ത്രീകളെ മുൻനിർത്തുന്ന ഒരു പട്ടിക കൂടിയാകും ഇത്തവണ ബി.ജെ.പി പരീക്ഷിക്കുക. കാരണം വനിതാ സംവരണം ബി.ജെ.പി വലിയ പ്രചാരണ ആയുധമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം ജാതി സെൻസസ് ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ ഒ.ബി.സി വിഭാഗത്തിൽ നിന്നുള്ള എംപിമാരെ ഒരു പക്ഷേ മാറ്റിയേക്കില്ല. അങ്ങനെയെങ്കിൽ അവർ ആ സീറ്റിൽ തന്നെ ടിക്കറ്റ് നേടി വീണ്ടും തുടരുക തന്നെ ചെയ്യും. എന്തായാലും അതിലെല്ലാം തരത്തിലുള്ള വ്യക്തതകളായിരിക്കും ഈ 6 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും ജെ.പി. നദ്ദ ഇതിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത്. ഏതാണ്ട് രാത്രി 10 കൂടി തുടങ്ങിയ ചർച്ച അത് നീണ്ടുപോയത് പുലർച്ചെ 3 മണി വരെയായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ ഒരു വിലയിരുത്തൽ, അവലോകനം, ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഒരു അന്തിമ പട്ടിക അത് രൂപപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ഉണ്ടാകുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് നേരത്തെ മുതൽ സൂചനകൾ ഉള്ളത്. എന്തായാലും അതിലുൾപ്പെടെയുള്ള വ്യക്തത ഒരുപക്ഷെ ഈ 6 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ഒപ്പം മറ്റ് മണ്ഡലങ്ങളായ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ മേജർ രവിയെ മത്സരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് അവർ മത്സരിച്ചേക്കില്ല എന്നുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതിലെല്ലാം തന്നെ ഒരു വ്യക്തത ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഈ ആദ്യഘട്ട ഈ പ്രഖ്യാപിക്കുന്ന 100 പേരുടെ പട്ടിക അതെന്തായാലും പ്രധാന നേതാക്കളായിരിക്കും. കാരണം പൊതുവെ ഈ ദുർബലമായ മണ്ഡലങ്ങളിൽ അവിടെ പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കൾ ഒരുപക്ഷെ ഈ പട്ടികയിൽ ഇടം നേടിയേക്കും. ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പ്രഖ്യാപിക്കുക. റിജിത്ത്. അച്യുതൻ, വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മോദി മത്സരത്തിനിറങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അത് രാമനാഥപുരമായിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ, അത് സജീവമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, അച്യുതൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എംപിമാരുടെ പ്രവർത്തന റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതിൽ തന്നെ ചില സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനം മോശമാണ് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയിരുന്നു. പക്ഷേ അവരെ മാറ്റുന്നതിൽ ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിനിടയിലുള്ള ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നതിനിടയിൽ ബി.ജെ.പി ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ എങ്ങനെയാണ് അച്യുതൻ?
റീജിത്ത് ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. അതായത് ദക്ഷിണേന്ത്യയിൽ കൂടി പ്രധാനമന്ത്രി മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കാരണം വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യ BJPക്ക് പ്രധാനമായും ദുർബലമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ പ്രവർത്തനം എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്നതിന് വേണ്ടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയിൽ ഒരിടത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടൊപ്പം തന്നെ സജീവമാണ്. അത് കൃത്യമായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർവേ വിലയിരുത്തലടക്കം പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്നതടക്കം BJP ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള ഒരു മണ്ഡലം അത് BJP ദക്ഷിണേന്ത്യയിൽ തിരഞ്ഞെടുക്കുക. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത അത് ഇന്നൊരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. കാരണം ഈ ദക്ഷിണ ഇന്ത്യയിൽ അത് തമിഴ്നാട്ടിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണോ അത്തരമൊരു സാധ്യതകൾ BJP തേടുക എന്നത് സംബന്ധിച്ച എന്തായാലും ഒരു വ്യക്തത ലഭിക്കും. ഇനി മറ്റ് ഈ പറഞ്ഞ സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിലാണെങ്കിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് OBC എംപിമാരെ മാറ്റി നിർത്തിയേക്കില്ല എന്നുള്ള സൂചനകളാണ്. കാരണം ജാതി സെൻസസ് കോൺഗ്രസ് ആയുധമാക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നത് ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ OBC എംപിമാരെ ഒരുപക്ഷെ അവർ തുടർന്നേക്കും. ഒപ്പം തന്നെ മറ്റ് പ്രവർത്തന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൃപ്തിയുള്ള നേതാക്കളെ മാറ്റി നിർത്തും എന്ന് തന്നെയാണ് BJP ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. മറ്റ് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പട്ടികയായിരിക്കും BJP ഇന്ന് പ്രഖ്യാപിക്കുക. റീജ് ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും JP നഡ്ഡയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു BJP. 100 സ്ഥാനാർത്ഥികളായിരിക്കും ആ പട്ടികയിൽ ഉണ്ടാവുക.